അബോർഷനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറും. സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 50-നെതിരെ 267 വോട്ടുകൾക്കാണ് ഭരണഘടനയുടെ ഭേദഗതി അംഗീകരിക്കപ്പെട്ടത്. നേരത്തെ ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയും ഈ ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരുന്നു. ഇരുസഭകളിലും ഭേദഗതി പാസായ സ്ഥിതിക്ക് മാർച്ച് 4-ന് നടക്കുന്ന പാർലമെന്റിലെ വോട്ടെടുപ്പ് കേവലം ഔപചാരികത മാത്രമാകും. ആ വോട്ടെടുപ്പിൽ കൂടെ ഭേദഗതി അംഗീകരിക്കപ്പെടുന്നതോടെ അബോർഷനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറും. സെനറ്റർമാരുടെ വോട്ടെടുപ്പിന്റെ ഫലം ദുഃഖത്തോടെയാണ് സ്വീകരിച്ചതെന്ന് ഫ്രാൻസിലെ ബിഷപ്പ് കോൺഫറൻസ് പ്രതികരിച്ചു. അബോർഷനെ കേവലം സ്ത്രീകളുടെ അവകാശമായി മാത്രം ബന്ധപ്പെടുത്തി കാണരുതെന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിലൂടെയാണ് ഭരണഘടന മഹത്വമുള്ളതായി മാറുകയെന്നും ബിഷപ്പ് കോൺഫറൻസിന്റെ കുറിപ്പിൽ പറയുന്നു. ക്ലേശകരമായ സാഹചര്യത്തിലും ദൈവം നൽകുന്ന ജീവനെ ബഹുമാനിച്ചുകൊണ്ട് തങ്ങളുടെ കുട്ടിയെ പിന്തുണയ്ക്കുവാൻ തയ്യാറാകുന്ന മാതാപിതാക്കൾക്കും മനസാക്ഷിയുടെ സ്വരത്തിന് വിപരീതമായി പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പിന്തുണ നൽകുമെന്നും ബിഷപ്പുമാർ വ്യക്തമാക്കി. ഗർഭചിത്രം ദേശീയ ഭരണഘടനാപരമായ അവകാശമാക്കാനുള്ള ഫ്രഞ്ച് ഗവൺമെന്റിന്റെ നീക്കത്തെ എതിർത്ത് നേരത്തെ വത്തിക്കാനും രംഗത്തെത്തിയിരുന്നു. ഗർഭചിത്രം പൗരന്റെ അവകാശമാക്കുന്നത് വഴി ജീവൻ സംരക്ഷിക്കേണ്ട ഭരണഘടന മരണത്തെ സാധുവാക്കുന്ന യുക്തിയാണ് സഭ ചോദ്യം ചെയ്യുന്നത്. ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റുന്നതിലൂടെ ഫ്രഞ്ച് ഭരണഘടനാ ജീവനെതിരെ നിലകൊള്ളുകയായിരുന്നു എന്നായിരുന്നു വത്തിക്കാന്റെ പക്ഷം. സാങ്കേതികമായി വളരെയേറെ മുന്നേറിയ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഗർഭധാരണം മുതലുള്ള മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് അന്യമല്ല. ഭ്രൂണാവസ്ഥ മുതൽ മുതിർന്ന കാലഘട്ടം വരെ ആത്യന്തികമായി അതൊരു മനുഷ്യനാണെന്നും വത്തിക്കാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്നൈ ന്യൂസ്.